ഉദ്ധവ് താക്കറെ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് മടങ്ങുന്നു. പത്രത്തിൽ വന്ന പരസ്യത്തിൽ പ്രതിഷേധം. മഹാവികാസ് അഗാഡി സഖ്യം വിട്ട് സമാജ്വാദി പാർട്ടി. മഹാരാഷ്ട്രയിൽ ഇനിയെല്ലാം BJP തീരുമാനിക്കുന്ന കാലം. ഇന്ത്യ മുന്നണിക്ക് കീഴിലുള്ള മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി സഖ്യം വിട്ട് സമാജ്വാദി പാർട്ടി. ബാബറി മസ്ജിദ് തകർത്തതിനെ അനുകൂലിച്ച് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് മിലിന്ദ് നാർവേക്കർ നടത്തിയ പ്രതികരണത്തെ ചൊല്ലിയാണ് സമാജ്വാദി പാർട്ടി മഹാവികാസ് അഗാഡി മുന്നണി വിട്ടത്. പാർട്ടി തലവൻ ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനുയായിയാണ് മിലിന്ദ് നാർവേക്കർ. ബാബറി മസ്ജിദ് തകർത്തതിന്റെ 32ാം വാർഷികത്തിൽ മിലിന്ദ് നാർവേക്കർ പള്ളിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തവരിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ക്യാപ്ഷൻ നൽകിയിരുന്നു. ഉദ്ധവ് താക്കറെയുടെയും ആദിത്യ താക്കറെയുടെയും ചിത്രങ്ങളും ചേർത്തായിരുന്നു മിലിന്ദിന്റെ പോസ്റ്റ്. തീവ്ര ഹിന്ദുത്വ നയത്തിലേക്ക് ശിവസേന തിരിച്ചു പോകുന്നതിന്റെ സൂചനകളായിട്ടാണ് ഈ പോസ്റ്റ് വിലയിരുത്തപ്പെട്ടത്. MVA പാർട്ടികൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് അബു അസീം ആസ്മിയും പാർട്ടി നേതാവ് റയീസ് ഷെയ്ഖും ബഹിഷ്കരണ ആഹ്വാനത്തെ ധിക്കരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. സമാജ്വാദി പാർട്ടിക്ക് ഒരിക്കലും വർഗീയ പ്രത്യയശാസ്ത്രത്തിൽ നിലനിൽക്കാനാവില്ല എന്നും അതിനാൽ മഹാവികാസ് അഗാഡിയിൽ നിന്ന് തങ്ങൾ സ്വയം പിൻവാങ്ങുന്നു എന്നും ആസ്മി പ്രസ്താവനയിൽ പറഞ്ഞു. സമാജ്വാദി പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് പോകുന്നതിൽ കുഴപ്പമില്ല. മഹാവികാസ് അഗാഡിയിൽ തുടരുമ്പോൾ ശിവസേനയുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാകുന്നത് ശരിയല്ല. MVAയിലെ ആരെങ്കിലും അത്തരം പദപ്രയോഗങ്ങൾ നടത്തുകയാണെങ്കിൽ BJPയും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞങ്ങൾ എന്തിന് അവരോടൊപ്പം നിൽക്കണം? അദ്ദേഹം ചോദിച്ചു. ബാബറി മസ്ജിദ് തകർത്തവരെ അഭിനന്ദിച്ച് ശിവസേന ഒരു പത്രത്തിൽ പരസ്യം നൽകിയെന്നും ഇതുകൂടാതെ ഉദ്ധവ് താക്കറെയുടെ വിശ്വസ്തൻ മസ്ജിദ് തകർത്തതിനെ അഭിനന്ദിച്ച് Xൽ പോസ്റ്റ് ചെയ്തു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭരണഘടന സംരക്ഷിക്കുക, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നീ 2 പ്രധാന തത്വങ്ങളിലാണ് MVA രൂപീകരിച്ചത് എന്ന് സമാജ്വാദി നേതാവ് റയീസ് ഷെയ്ഖ് പറഞ്ഞു. മഹാരാഷ്ട്ര നിയമസഭയിൽ സമാജ്വാദി പാർട്ടിക്ക് 2 MLAമാരാണുള്ളത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശിവസേനയ്ക്ക് എല്ലാ മതങ്ങളിലുമുള്ള ആളുകളുടെയും മതനിരപേക്ഷ ചിന്താഗതിക്കാരായ വ്യക്തികളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നത് മറക്കരുത് എന്നും റയീസ് ഷെയ്ഖ് കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാഡിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു മഹായുതിയിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നത്. കോൺഗ്രസ് 103 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും 16 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. 89 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 20 സീറ്റുകളിലാണ് ജയിക്കാനായത്. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP 87 സീറ്റിൽ മത്സരിച്ചെങ്കിലും 10 സീറ്റിൽ ഒതുങ്ങി വിജയം. ഈ തെരഞ്ഞെടുപ്പോടെ മഹാരാഷ്ട്രയിൽ BJP ഏറ്റവും ശക്തമായ നിലയിലേക്ക് മാറുകയും ചെയ്തു.